ഒരു രീതിയുണ്ട് ദൈവത്തിന്. തൻ്റെ ഭക്തനോട് ദൈവം സംസാരിക്കും. അത് നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടത്, ഒരു കുഞ്ഞ്, ചെറിയ കുഞ്ഞല്ല, കുഞ്ഞാണ്, കൊച്ചല്ല, കുഞ്ഞ് 1-2 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഒരു കിഡ്നിക്ക് നീര് വെച്ചിരിക്കണം. അപ്പം അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം. അപ്പം അതിനുവേണ്ടി ഇവർ കിഡ്നി പോകാതിരിക്കാൻ വേണ്ടി അമ്മ കൊച്ചിൻ്റെ ആ നീരുള്ള ഭാഗത്ത് ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കർത്താവിൻ്റെ കരുണ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ മേത്ത് കത്തിവെക്കണ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അതിനുവേണ്ടി അവർ വിശ്വാസപൂർവ്വം ചെയ്യലാണ്. അപ്പോൾ ഇവരുടെ ഉടമ്പടി ഒരുവിധം കറക്റ്റായത് കാരണം കർത്താവ് ഇവർക്ക് ഒരു സ്വപ്ന ദർശനം കൊടുക്കും. ദർശനം കൊടുത്ത് പറയണത്, നീ ഇപ്പോൾ വലതുവശത്താണ് തൈലം തേച്ച് പ്രാർത്ഥിക്കണത്, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണത്, പക്ഷെ കുഞ്ഞിൻ്റെ ഇടത് കിഡ്നിക്കാണ് കുഴപ്പമുള്ളതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ദർശനം കിട്ടിയപ്പോൾ അവൾ സ്കാൻ ചെയ്യുന്ന ഡോക്ടറുടെ അടുത്ത് പോയി. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കിട്ടിയ ദർശനം കറക്റ്റാണ്, ഇടത് കിഡ്നിക്കാണ്. പിന്നെ ഇവർ അവിടെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആ കുഞ്ഞ് സുഖപ്പെട്ടെന്നാണ് അമ്മയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ ഞാൻ ഒരു സെൽഫ് അസസ്മെൻ്റ് നടത്തിയപ്പോൾ ഞാൻ എപ്പോഴും ദൈവികമായ കാര്യങ്ങളെ അതിന് ഒത്തിരിയേറെ അതിന് ഹൃദയമാണ് കൊടുക്കുന്നത്, അല്ലാതെ തലച്ചോറല്ല കൊടുക്കുന്നത്. ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വചന ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കണം. അപ്പോൾ ആ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നവരാണ് നമ്മളെന്ന് മനസ്സിലാക്കിയ ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ തല കൊണ്ട് മാത്രമാണ് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡ്രൈ ആയി പോകും. കാരണം ദൈവികമായ കാര്യങ്ങളൊന്നും നമ്മളുടെ ബുദ്ധിക്ക് വശംവദമാകുന്നതല്ല ദൈവിക വിഷയങ്ങൾ. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഹൃദയത്തിന് വശംവദമാകും ദൈവിക വിഷയങ്ങൾ. അപ്പോൾ ഞാനത് കാരണം ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കുന്നത്, ബുദ്ധി കൊണ്ടല്ല. ഇപ്പോൾ നിങ്ങൾക്കും അത് ചില സമയത്ത് പ്രായോഗികമായിട്ട് തോന്നും. ഹൃദയത്തെ വിശ്വസിക്കണം എന്നല്ലേ പറയണത്.